CBSE 10th Maths exam oriented questions. First question, find the missing numbers A, B, C and D from the following factor tree. അപ്പം നമുക്കിവിടെ എ ബി സി ഡി കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് എ എന്താണെന്ന് നോക്കാം. ഇവിടെ 3യും എയും കൂടെ ഇൻറ്റു ചെയ്താലാണ് 4095 കിട്ടുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എ കണ്ടുപിടിക്കാം. 3 ഇൻറ്റു എ is equal to 4095. Then A is equal to 4095 divided by 3 is equal to 4-ൽ 3 ഒരു പ്രാവശ്യം ബാലൻസ് ഒന്ന്, 10-ൽ 3 പ്രാവശ്യം ബാലൻസ് ഒന്ന്, 19-ൽ 6 പ്രാവശ്യം ബാലൻസ് ഒന്ന്, 15-ൽ 5 പ്രാവശ്യം. അപ്പോൾ എ ഇസ് ഈക്വൽ ടു നമുക്ക് 1365 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ബി കണ്ടുപിടിക്കാം. ബി ഇൻറ്റു 455 b ഇൻറ്റു 455 ഇസ് ഈക്വൽ ടു എ ആണ്. ബി ഇൻറ്റു 455 ഇസ് ഈക്വൽ ടു എ ആണ്. ബിയും എയും കൂടെ ബിയും 455യും കൂടെ ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന സംഖ്യയാണ് എ. ഓക്കെ, അപ്പോൾ നമുക്ക് ബി ഇൻറ്റു 455 ഇസ് ഈക്വൽ ടു 1365. ദെൻ ബി ഇസ് ഈക്വൽ ടു 1365 ഡിവൈഡഡ് ബൈ 455. നമുക്ക് 455 എത്ര പ്രാവശ്യം പോകും? ഏകദേശം 2 times 3 times ആയിരിക്കും. 455 ഇൻറ്റു 3 ഒന്ന് ചെയ്ത് നോക്കാം. 455 ഇൻറ്റു 3 5 ബാലൻസ് 5 16 ബാലൻസ് 1 41 13 1365. ഓക്കെ, ഇസ് ഈക്വൽ ടു നമുക്ക് 3 കിട്ടി. അപ്പോൾ ബി ഇസ് ഈക്വൽ ടു നമുക്കിവിടെ 3 കിട്ടി. ബി ഇസ് ഈക്വൽ ടു 3. ഓക്കെ, ദെൻ നമുക്ക് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 5 ഇൻറ്റു സി is equal to 455. C is equal to 455 divided by 5. 45-ൽ 5 9 പ്രാവശ്യം, 5-ൽ 5 1 ടൈം. അപ്പോൾ C is equal to നമുക്ക് 91 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡി ഇൻറ്റു 13 is equal to 91. D is equal to 91 ഡിവൈഡഡ് ബൈ 13. 13 ഇൻറ്റു 7 ആയിരിക്കും. 13 ഇൻറ്റു 7 31 ബാലൻസിൻ്റെ 2. ഓക്കെ, ഇസ് ഈക്വൽ ടു 7. അപ്പം നമുക്ക് ഡി ഇസ് ഈക്വൽ ടു 7 കിട്ടി. ഡി ഇസ് ഈക്വൽ ടു 7. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സം ഓഫ് 2 നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 8 if the sum of their reciprocal is 8 by 15. Find the numbers. അപ്പോൾ ലെറ്റ് ദ നമ്പേഴ്സ് ആർ, സമ്മാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് 2 നമ്പറിൻ്റെ സംഖ്യ. ലെറ്റ് ദ നമ്പേഴ്സ് ആർ എക്സ് ആൻഡ് വൈ എടുക്കാം. ലെറ്റ് ദ നമ്പേഴ്സ് ആർ എക്സ് ആൻഡ് വൈ. ദെൻ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 8. സം ഓഫ് ദ നമ്പേഴ്സ് 8 ആണ്. വൈ ഈസ് ഈക്വൽ ടു 8 മൈനസ് എക്സ്. അപ്പോൾ എന്നാൽ നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു, നമ്മൾ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒറ്റ വേരിയബിളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു എക്സ് കോമ 8 മൈനസ് എക്സ്. ഓക്കെ, നമ്പേഴ്സ് ഈസ് വൈ ഈസ് ഈക്വൽ ടു 8 മൈനസ്, സെക്കൻഡ് നമ്പർ വൈ ആണ്. വൈ ഈസ് ഈക്വൽ ടു 8 മൈനസ് എക്സ് ആണ്. അപ്പം ഫസ്റ്റ് നമ്പർ എക്സ്, സെക്കൻഡ് നമ്പർ 8 മൈനസ് എക്സ്. ദെൻ ഇതിൻ്റെ റെസിപ്രോക്കൽ, സം ഓഫ് ദിയർ റെസിപ്രോക്കൽ, അതിൻ്റെ റെസിപ്രോക്കൽ 1 ബൈ എക്സ് പ്ലസ് 1 ബൈ 8 മൈനസ് എക്സ്. അതിൻ്റെ റെസിപ്രോക്കലിൻ്റെ സം ഈസ് ഈക്വൽ ടു 8 ബൈ 15 ആണ്. 8 ബൈ 50. നമുക്കത് ചെയ്യാം. ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ആവാം. 1 ഇൻറ്റു 8 മൈനസ് എക്സ് അല്ല 1 ഇൻറ്റു 8 മൈനസ് എക്സ് 8 മൈനസ് എക്സ്. 1 ഇൻറ്റു എക്സ് എക്സ് ഇസ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു 8 മൈനസ് എക്സ്. 1 ഇൻറ്റു 8 സോറി ഇവിടെ തെറ്റിപ്പോയി. 1 ഇൻറ്റു എക്സ് എക്സ് പ്ലസ് 1 ഇൻറ്റു 8 മൈനസ് എക്സ് 8 മൈനസ് എക്സ് divided by x into 8 minus x is equal to 8 by 15. Okay, x plus 8 minus x divided by 8x minus x square is equal to 8 by 15. Okay, minus x ഉം plus x ഉം cancel ചെയ്തു. 8 into 8x minus x square is equal to 15 into 8. Then 8 into 64x
മൈനസ് 8x സ്ക്വയർ ഇസ് ഈക്വൽ ടു 15 ഇൻറ്റു 8 40 0 ബാലൻസ് 4 ഇപ്പം 120 ഓക്കെ. നമുക്കതിനെ ഓർഡറിൽ എഴുതാം. മൈനസ് 8x സ്ക്വയർ പ്ലസ് 64x 64x മൈനസ് 120 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, നമുക്ക് നെഗറ്റീവ് കളയാം. 8x സ്ക്വയർ മൈനസ് 64x പ്ലസ് 120 ഇസ് ഈക്വൽ ടു 0. നമുക്ക് ഈ സംഖ്യ എല്ലാം 8ൻ്റെ മൾട്ടിപ്പിളാണ്. 8 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 ഒരു പ്രാവശ്യം ബാലൻസ് 4 40 5 പ്രാവശ്യം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സം ഈസ് ഈക്വൽ ടു -8, പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു 15. 5 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 15 കിട്ടും. 5 പ്ലസ് 3 ഇസ് ഈക്വൽ ടു 8 കിട്ടും. രണ്ടും നെഗറ്റീവ് കൊടുത്താൽ ഇത് നെഗറ്റീവായി. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അത് പോസിറ്റീവായി. അപ്പം നമുക്കിതിന് എക്സ് സ്ക്വയർ മൈനസ് 5x മൈനസ് 3x പ്ലസ് 15 ഇസ് ഈക്വൽ ടു 0. നമുക്ക് വേണമെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചിട്ടും ചെയ്യാം. രണ്ട് രീതിയിലും ചെയ്യാം കേട്ടോ. x ഇൻറ്റു എക്സ് മൈനസ് 5 മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 5 ഇസ് ഈക്വൽ ടു 0. മൈനസ് 3x മൈനസ്, ഓക്കെ കറക്റ്റ്. എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 5 ഇസ് ഈക്വൽ ടു 0. x ഈസ് ഈക്വൽ ടു 3 ആൻഡ് x ഈസ് ഈക്വൽ ടു 5. എക്സ് 3യും എക്സ് 5ഉം ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആർക്കെങ്കിലും ഓൺലൈൻ ലൈവ് ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറാണ് 8921630134. ഓക്കെ.